ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ ടൈറ്റിൽ ജീവിതം മാറ്റുന്ന 3 ശുദ്ധീകരണങ്ങൾ, ബുദ്ധൻ്റെ ജ്ഞാനം. ഇത് ഒരു വളരെ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് ഇതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം നിങ്ങളുടെ കൈവശമുണ്ടോ? പക്ഷേ അത് മറഞ്ഞിരിക്കുന്നത് ഇല്ലെങ്കിൽ ആശയക്കുഴപ്പം, നെഗറ്റിവിറ്റി, അനാവശ്യ ഭാരങ്ങൾ എന്നിവയ്ക്ക് പിന്നിലാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ജീവിതം മാറ്റാൻ കഴിയുന്ന 3 ശക്തമായ ശുദ്ധീകരണങ്ങളാണ്. ഗൗതമ ബുദ്ധയുടെ ജ്ഞാനം പറയുന്നത് മാറ്റം പുറത്തു നിന്നല്ല, ഉള്ളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ചെറിയ പക്ഷേ ശക്തമായ മാറ്റങ്ങൾ. 1, നിങ്ങളുടെ ചിന്തകൾ. 2, നിങ്ങളുടെ പരിസരം. 3, നിങ്ങളുടെ ബന്ധങ്ങൾ. അപ്പോൾ ഒന്നാമത്തേത് ചിന്തകളുടെ ശുദ്ധീകരണമാണ്. ജീവിതത്തിൽ എല്ലാം ഒരു ചിന്തയിൽ നിന്നാണ് തുടങ്ങുന്നത്. നിങ്ങളുടെ മനസ്സ് നിറഞ്ഞിരിക്കുന്നത് സംശയങ്ങൾ, ഭയം, അസൂയ, നെഗറ്റിവിറ്റി എന്നിവയാണെങ്കിൽ അത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലും പ്രതിഫലിക്കുന്നത്. പക്ഷേ സത്യം എന്താണെന്ന് അറിയാമോ? നിങ്ങൾ നിങ്ങളുടെ ചിന്തകളല്ല, നിങ്ങൾ അവയെ നിരീക്ഷിക്കുന്ന വ്യക്തിയാണ്. അപ്പം മാറ്റം വരണമെങ്കിൽ നമ്മൾ നല്ല ചിന്തകൾ കൊണ്ട് മനസ്സിനെ നിറയ്ക്കുക, പോസിറ്റീവ് തോട്ട്സ് കൊണ്ട്. ഭയത്തെ ധൈര്യത്തോടെ നേരിടുക. സ്വയം സെൽഫ് ഡൗട്ടിനെ ആത്മവിശ്വാസമായിട്ട് മാറ്റുക. നെഗറ്റിവിറ്റിയെ ലക്ഷ്യബോധത്തോടെ മാറ്റുക. പ്രതിദിനം കുറച്ച് സമയം നിശബ്ദതയും ധ്യാനവും അഭ്യസിക്കുക. അപ്പോൾ നിങ്ങളുടെ ചിന്തകൾ ശുദ്ധമായാൽ ജീവിതം സമാധാനമാകും. രണ്ടാമത് പറയുന്നത് നിങ്ങളുടെ മുറി ശുചീകരിക്കുക. നിങ്ങളുടെ ചുറ്റും നോക്കൂ. നിങ്ങളുടെ മുറി ശുചിയാണോ അല്ലെങ്കിൽ മെസ്സപ്പായി കിടക്കുകയാണോ? നിങ്ങളുടെ പരിസരം നിങ്ങളുടെ മനസ്സിൻ്റെ പ്രതിബിംബമാണ്. ഇങ്ങനെ വലിച്ചു വാരി അല്ലെങ്കിൽ ഒരു അടുക്കും ചിട്ടയും ഇല്ലാത്ത ഇടം അവ്യവസ്ഥയുള്ള ചിന്തകൾക്ക് വഴിയൊരുക്കും. അത് നിങ്ങളുടെ ശ്രദ്ധയും ഊർജവും കുറയ്ക്കും. അപ്പം മാറ്റം ഇന്ന് തന്നെ തുടങ്ങുക. നിങ്ങളുടെ സ്ഥലം ശുചിയാക്കൂ. ആവശ്യമായതേ നിലനിർത്താവൂ, മറ്റുള്ളവ നീക്കം ചെയ്യുക. ശാന്തിയും വ്യക്തതയും നൽകുന്ന ഒരു ഇടം നിങ്ങൾ സൃഷ്ടിക്കുക. അപ്പം മുറിയിൽ കയറി ചെല്ലുമ്പോൾ നമുക്ക് പീസ് ഓഫ് മൈൻഡും ഒരു റിലാക്സേഷനും കിട്ടുമെങ്കിൽ മുറി എപ്പോഴും നല്ല അടുക്കും ചിട്ടമായിട്ട് നല്ല രീതിയിൽ ഇരിക്കണം. പുറത്തെ ലോകം ശുചിയായാൽ ഉള്ളിലെ ലോകം ശ്വാസമെടുക്കും. അപ്പം മൂന്നാമത് പറയുന്ന ബന്ധങ്ങളുടെ ശുചീകരണമാണ്. ബന്ധങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളും സമാധാനം നൽകുന്നവയല്ല. ചിലത് സമ്മർദ്ദവും വിഷമവും ഉണ്ടാക്കും. അവ നിങ്ങളുടെ ഊർജം തകർക്കുകയും ചെയ്യും. അപ്പം അത് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നിങ്ങളുടെ ബന്ധങ്ങൾ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കുക. ചില വ്യക്തികളെ നമുക്ക് ഒഴിവാക്കേണ്ടി വരും. നിങ്ങളെ വേദനിപ്പിക്കുന്ന ബന്ധങ്ങളിൽ നിന്ന് അകലൂ. നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നവരെ അടുപ്പത്തിലാക്കൂ. സത്യസന്ധമായി ആശയവിനിമയം നടത്തൂ. ക്ഷമിക്കുക, പക്ഷേ സ്വയം നഷ്ടപ്പെടരുത്. അപ്പം നമ്മൾ വ്യക്തികളെയൊക്കെ ഫ്രണ്ട്സ് ചൂസ് ചെയ്യുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം. നെഗറ്റീവ് ആൾക്കാരുമായിട്ടുള്ള ബന്ധങ്ങൾ വിച്ഛേദിക്കുക. ശരിയായ ആളുകൾ നിങ്ങളുടെ ജീവിതത്തിന് സമാധാനം കൂട്ടും. അപ്പം ഒരു ജീവിതം നിങ്ങൾ ചിന്തിച്ച് നോക്കുക. ശാന്തമായ മനസ്സ്, ശുചിയായ പരിസരം, ആത്മാർത്ഥമായ ബന്ധങ്ങൾ. അത് ഒരു സ്വപ്നമല്ല, അത് നമ്മുടെ ഒരു തീരുമാനമാണ്. അതുകൊണ്ട് നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ ജീവിതം മാറും നിങ്ങൾ അനുവദിക്കുന്ന കാര്യങ്ങൾ മാറുമ്പോൾ. ചിന്തകൾ നിങ്ങളെ ശുദ്ധമാക്കൂ.
പരിസരം ശുചിയാക്കൂ, ബന്ധങ്ങൾ സംരക്ഷിക്കൂ. ഈ 3 ചെറിയ മാറ്റങ്ങൾ വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കും. അതുകൊണ്ട് ഇന്ന് തന്നെ തുടങ്ങുക. നാളെയല്ല, ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഒരു ചെറിയ മാറ്റം തിരഞ്ഞെടുക്കൂ. നിങ്ങളുടെ മനസ്സോ മുറിയോ ബന്ധങ്ങളോ മാറ്റം കാണാം. കാരണം ഒരു ശുദ്ധമായ ജീവിതം ഒരു ശക്തമായ ജീവിതമാണ്. ഇന്നത്തെ ചെറിയ ശുചീകരണങ്ങൾ നാളത്തെ മഹത്തായ ജീവിതം സൃഷ്ടിക്കും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനം ഏകിയെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും ഇത്തരത്തിലുള്ള പ്രചോദനാത്മകമായ വീഡിയോകളുമായി വരുന്നതുവരെ ശ്രദ്ധിച്ചു കേട്ട നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ബായ്.